RSPക്ക് മത്സരിക്കുന്ന സീറ്റുകൾ അത് ചുരുക്കണം എന്ന് തന്നെയാണ് കോൺഗ്രസിനുള്ളിലെ വാദഗതികൾ. ചവറ ഒഴികെ മറ്റെല്ലാ മണ്ഡലത്തിലും പുനർനിർണയം വേണം എന്നും ഇരവിപുരം ഉൾപ്പെടെയുള്ള സീറ്റുകളിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾ ആവശ്യമാണ് എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. കോൺഗ്രസ് മറ്റ് ചില സീറ്റുകളാണ് RSPക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നത്. അതിലൊന്ന് എന്ന് പറയുന്നത് ചടയമംഗലമാണ്. ചടയമംഗലത്ത് RSPക്ക് സീറ്റ് കോൺഗ്രസിന് സ്ഥിരമായി മത്സരിച്ച് പരാജയപ്പെടുന്ന സീറ്റ് മാറ്റി നൽകാൻ വേണ്ടി തീരുമാനിക്കുന്നു. പകരം ഇരവിപുരം തിരിച്ചെടുക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. ഇരവിപുരത്തെ സിറ്റിംഗ് MLA നിലവിൽ CPIMന്റെ നൗഷാദാണ്. കഴിഞ്ഞ തവണ 28,000-ഓളം വോട്ടുകൾക്കാണ് നൗഷാദ് RSP സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയത്. നമുക്കറിയാം, കേരള രാഷ്ട്രീയത്തിൽ തന്നെ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ RSP ജയിച്ചിട്ടുള്ള ഒരു സീറ്റാണ് ഇരവിപുരം. അസീസ് 5 വോട്ടുകളുടെ മാത്രം വ്യത്യാസത്തിൽ ഇരവിപുരത്ത് ജയിച്ചിട്ടുണ്ട്. അസീസ് നിരവധി തവണ MLA ആയിട്ടുള്ള മണ്ഡലമാണ് ഇരവിപുരം. കൊല്ലം കോർപ്പറേഷൻ അകത്ത് വരുന്ന സെഗ്മെൻ്റാണ്. അതുകൊണ്ട് തന്നെ RSPയുടെ നിലവിലെ സീറ്റുകളിൽ പലതിലും കോൺഗ്രസ് നോട്ടമിട്ടിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. എന്നാൽ RSP കടുംപിടുത്തത്തിൽ തന്നെയാണ്. അവർ കഴിഞ്ഞ തവണ മത്സരിച്ച് പരാജയപ്പെട്ട എല്ലാ സീറ്റുകളും ഇക്കുറിയും വേണമെന്ന വാശിയിലാണ്. എന്നാൽ അത് നൽകാൻ കഴിയില്ല എന്ന് ഉറപ്പിച്ച് പറയുന്നു. കാരണം കഴിഞ്ഞ തവണയായിരുന്നാലും അതിനു മുമ്പത്തെ തവണയായിരുന്നാലും ഒരു സീറ്റിലെങ്കിലും മത്സരിച്ച് വിജയിച്ചിരുന്നെങ്കിൽ ഈ പറയുന്ന അവകാശവാദത്തിന് പ്രസക്തി ഉണ്ടായിരുന്നു. ഒരു സീറ്റ് പോലും മത്സരിച്ച് വിജയിക്കാതെ NK പ്രേമചന്ദ്രൻ്റെ മാത്രം ലേബലിൽ കഴിയുന്ന ഒരു വെറും ഞാഞ്ഞൂൽ പാർട്ടിയാണ് RSP. റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി എന്നൊക്കെ പറയുന്നതല്ലാതെ ഒരു റവല്യൂഷനും ആ പാർട്ടിക്കുള്ളിൽ ഇല്ല എന്നും പ്രേമചന്ദ്രനല്ലാതെ മറ്റാരെയും ജനങ്ങൾക്ക് അറിയില്ല. ഷിബു ബേബി ജോണിന് പോലും പ്രസക്തിയില്ല എന്ന് വളരെ വ്യക്തമായി പറയുകയാണ്. 2011 RSPക്ക് വേണ്ടി ബോൾഷെവിക് പാർട്ടിക്ക് വേണ്ടി ഷിബു ബേബി ജോൺ 6061 വോട്ടുകൾക്ക് വിജയിച്ചു. UDFന്റെ ടിക്കറ്റിൽ നിന്ന് വിജയിച്ച് തൊഴിൽ മന്ത്രിയായി. അന്ന് എതിർ സ്ഥാനാർത്ഥിയായിരുന്നത് LDF ലെവലിൽ മത്സരിച്ച NK പ്രേമചന്ദ്രനാണ്. NK പ്രേമചന്ദ്രൻ 2006-11 കാലഘട്ടത്തിൽ ജലവകുപ്പ് മന്ത്രിയായിരുന്നു. എന്നാൽ അദ്ദേഹം ഏറെ പഴികേട്ട ഒരു വ്യക്തിയാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ പാർലമെൻ്ററി രാഷ്ട്രീയം എടുത്താൽ ഒരു വലിയ മേജർ കംബാക്കാണ് നടത്തിയത്. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ 2014-ലും 2019-ലും 2021-ലും മികവാർന്ന ഭൂരിപക്ഷമാണ് NK പ്രേമചന്ദ്രന് കിട്ടിയത്. പക്ഷേ ആ ഗ്രാഫിക്കൽ നേട്ടമൊന്നും RSPയിലെ ഒരു നേതാവിനും കിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല, ഷിബു ബേബി ജോണിന് പിന്നീട് അങ്ങോട്ട് ജയിക്കാനും കഴിഞ്ഞിട്ടില്ല. RSPക്ക് മൊത്തത്തിൽ ദോഷമാണ് ഉള്ളത് എന്നും NK പ്രേമചന്ദ്രന് കൊല്ലം സീറ്റ് കൊടുക്കുന്ന ലാഘവത്തിൽ നിയമസഭാ സീറ്റുകൾ വാരിക്കോരി കൊടുക്കാൻ കോൺഗ്രസിൻ്റെ കയ്യിൽ ഇല്ല എന്നും ഓരോ സീറ്റും പ്രസക്തമാണ് എന്നും ഓരോ സീറ്റുകളിലും വിജയിക്കാതെ തോൽവി അറിഞ്ഞുകൊണ്ടിരിക്കുന്ന RSPയെ ഇനി എങ്ങനെ നമ്പാൻ കൊള്ളുമെന്നും കൊല്ലം ജില്ലയിലെ കോൺഗ്രസ് നേതാക്കൾ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കരുനാഗപ്പള്ളി ആയിരുന്നാലും കുണ്ടറയായിരുന്നാലും കോൺഗ്രസ് പൊരുതി കൊല്ലം ജില്ലയിൽ ഒരു മേൽവിലാസം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ RSP ആയി അത് നശിപ്പിക്കരുത് എന്നും വ്യക്തമാക്കുകയാണ്.